Hey everyone, welcome back to my channel. Hi. So, ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു പേഴ്സണൽ സ്റ്റോറിയാണ് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് ഞാൻ എൻ്റെ പബ്ലിക് സ്പീക്കിങ്ങിനോടുള്ള ഫിയർ മാറ്റിയത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അതായത് ഇപ്പോൾ ഒരു കൂട്ടം ആൾക്കാരുടെ ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കുക, ഈ സ്റ്റേജ് ഫിയർ എന്നൊക്കെ പറയുമല്ലോ. എനിക്ക് കുറച്ച് കാലമായിട്ടാണ്, കുറച്ചല്ല ഒരുപാട് നാളായിട്ട് എനിക്കുള്ള ഒരു പേടിയായിരുന്നു ഈ സ്റ്റേജ് ഫിയർ. അപ്പം സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് മാക്സിമം നമുക്കതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് പറ്റുമായിരുന്നു. പക്ഷേ BEdന് ചേർന്നപ്പം എനിക്ക് എന്താ പറയുക, ക്രൗഡിനെ ഫേസ് ചെയ്ത് സംസാരിക്കുക എന്നുള്ളതൊരു മാൻഡേറ്ററി കാര്യമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്കത് ഫിയർ, ആ ഒരു പേടി മാറ്റിയേ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ എൻ്റെ പബ്ലിക് സ്പീക്കിംഗ് ഫിയർ എങ്ങനെയാണ് ഓവർകം ചെയ്തത്, അതുകൊണ്ട് എൻ്റെ ലൈഫിനുണ്ടായ ചേഞ്ച് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലം തൊട്ട് തന്നെ എനിക്ക് ഒരു ക്രൗഡിനെ ഫേസ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. അതെനിക്ക് ആലോചിക്കുമ്പോൾ പോലും പേടിയുള്ളൊരു കാര്യമായിരുന്നു. അങ്ങനെ യൂഷ്വലി സ്കൂൾ പ്രസൻറ്റേഷൻ ഒക്കെ ചെയ്യേണ്ട സമയമെത്തുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ മറ്റേ 100 മീറ്റർ കൂടി വന്ന് നിൽക്കണ മാതിരിയാണ്, ഫുൾ വിയർത്ത് ഹാർട്ട് റേറ്റ് ഒക്കെ കൂടി ഭയങ്കര എന്താ പറയുക, ഒരു വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടം മാതിരി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് അത്രയ്ക്ക് ഞാൻ ബുദ്ധിമുട്ടിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി സ്റ്റേജ് ഫിയർ ആയിരുന്നു. ഇപ്പോൾ സ്വന്തം ക്ലാസ്സിലുള്ള പിള്ളേരാണെങ്കിലും ഇപ്പം നമ്മൾ എത്ര ഫ്രണ്ട്സായിട്ട് നിന്നാലും ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ഫേസ് ചെയ്യാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതിപ്പോൾ സ്കൂളിലൊക്കെ നമുക്ക് കുറേയൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റുമായിരുന്നു. ഇപ്പം ടെക്സ്റ്റിലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എഴുന്നേറ്റ് ഒന്ന് വായിക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും ഒച്ചയുണ്ടാവില്ല. പിന്നെ ഞാൻ ഒട്ടും ആത്മവിശ്വാസമില്ലാതെ ഭയങ്കര എന്നെപ്പറ്റി ബോധറായി നിന്ന് ഭയങ്കര ആൻഷ്യസ് ആയിട്ടൊക്കെ ആയിരുന്നു വായിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഗംഭീരമായിട്ടൊരു പെർഫോമൻസ് ഒന്നും എനിക്ക് കാഴ്ചവെക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ സ്കൂളിൽ അങ്ങനെയായിരുന്നു. ഹൈസ്കൂളിലൊക്കെ എത്തിക്കഴിയുന്ന സമയത്ത് ഒബ്വിയസ്ലി നമുക്ക് ഒഴിഞ്ഞു മാറുക എന്നുള്ള പരിപാടി പറ്റില്ല. എന്തായാലും ആ കാര്യം പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ചെയ്യണം എന്നുള്ള മാൻഡേറ്ററി ആയിട്ടുള്ളൊരു കാര്യമായിട്ട് മാറുന്നുണ്ടായിരുന്നു. അങ്ങനെ ഹൈസ്കൂളിലൊക്കെ നമുക്ക് അധികമൊന്നും ചെയ്യേണ്ടി വരില്ല, എന്നാലും ഇടയ്ക്കൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രസൻറ്റ് ചെയ്യാനൊക്കെ പറയുമ്പോൾ ഞാൻ വളരെ പേടിച്ചിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, കോളേജിൽ നമുക്ക് എന്തായാലും ഒരു സെമിനാർ എടുക്കണമായിരുന്നു. ആ സെമിനാർ എടുത്താൽ മാത്രമേ നമുക്കൊരു പെർട്ടിക്കുലർ മാർക്ക് കിട്ടുള്ളൂ, ഇൻറ്റേർണൽ മാർക്ക്. അപ്പം ഞാൻ മനഃപൂർവ്വം എനിക്ക് അന്ന് ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ വളരെ കഷ്ടപ്പെട്ട് ഇരുന്ന് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യും. രാത്രിയൊക്കെ ഇരുന്ന് കഷ്ടപ്പെട്ടിരുന്ന് പ്രിപ്പയർ ചെയ്താൽ പോലും എനിക്ക് പ്രോപ്പറായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തതിൻ്റെ നല്ലൊരു ഭാഗം എനിക്ക് പറഞ്ഞ് ഫലിപ്പിക്കാനോ ഫേസ് ചെയ്ത് സംസാരിക്കാനോ എനിക്ക് പറ്റാറേ ഉണ്ടായിരുന്നില്ല. അതിൽ എനിക്ക് എന്നോട് തന്നെ ഭയങ്കര ഇത് തോന്നും, ലൈക്ക് ഞാൻ എന്താ ഇങ്ങനെ, ലൈക്ക് എനിക്ക് എൻ്റെ കോൺഫിഡൻസ് കംപ്ലീറ്റ്ലി പോവായിരുന്നു. പ്രസൻറ്റ് കൂടെ ചെയ്ത് പിന്നെ ഞാൻ എന്നെപ്പറ്റി തന്നെ ബോധം. പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും അവനവനെ പറ്റിയാണ് ചിന്തിക്കുക, ആരും വേറൊരാളെ പറ്റി ചിന്തിക്കുന്നില്ല. അപ്പം ഞാനിപ്പോൾ വളരെ മോശമായിട്ടായാലും നന്നായിട്ടായാലും പ്രസൻറ്റ് ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞാൽ പിന്നെ ആരും അവൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനെ ബോധർ ചെയ്യുന്നില്ല. എല്ലാവരും അത് മറന്നു പോവുക ചെയ്യുക. ആ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് പ്രോപ്പറായിട്ടൊരു പ്രസൻറ്റ് ചെയ്യാനും ആൾക്കാരോട് സംസാരിക്കാനും ഒരു പ്രശ്നമായിട്ട് അത് ഇത്രയും വലിയൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നത് എന്നെനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു തവണ ഞാൻ പറഞ്ഞല്ലോ, കോളേജിൽ സെമിനാർ ചെയ്യുന്ന സമയത്ത് ഞാൻ മനഃപൂർവ്വം ലീവ് എടുത്തിട്ടുണ്ട്. എനിക്കത് ചെയ്യാൻ, എനിക്ക് അത്രയും ആൾക്കാരെ ഫേസ് ചെയ്യാനൊന്നും പറ്റാത്ത ഒരു സാഹചര്യത്തിൽ എൻ്റെ ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ, ലൈക്ക് ഇൻറ്റേർണൽ മാർക്ക് പോലും വേണ്ടിയില്ല, എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു മൈൻഡായിരുന്നു എനിക്ക്. ബിക്കോസ് ഈ പേടി കൊണ്ടാണ്, വേറെ ഒന്നുമല്ല. ഈ ഒരു പേടി എനിക്ക് ആ ഒരു എക്സ്ട്രീം ലെവലിൽ ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ഷൈ ആയിരുന്നു. ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടഡ് ആയിട്ട് ആരെങ്കിലുമൊക്കെ എന്നെ ഒന്ന് പുഷ് ചെയ്താൽ മാത്രമേ എന്തെങ്കിലും ഞാൻ ചെയ്യുള്ളായിരുന്നു. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ യൂഷ്വലി LPയിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്തായാലും ആർട്സിന് നമ്മളെ സ്റ്റേജിൽ കയറ്റും. ഞാൻ ഭയങ്കര ഗംഭീര ഡാൻസ് ആയിട്ടല്ല, അവിടെയുള്ള ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും, സ്കൂളിലുള്ള എല്ലാ കുട്ടികളും എന്തെങ്കിലും ഒരു ഐറ്റത്തിന് പങ്കെടുക്കുക എന്നുള്ളത് അവിടെ ഭയങ്കര നിർബന്ധമുള്ള കാര്യമായിരുന്നു. അങ്ങനെ ഞാൻ 1 മുതൽ 4ാം ക്ലാസ് വരെ സ്റ്റേജിൽ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ 5th കഴിഞ്ഞപ്പോൾ എൻ്റെ സ്കൂൾ മാറി. അവിടെ പിന്നെ ഗവൺമെൻറ് സ്കൂളായിരുന്നു. അപ്പോൾ ആ സ്കൂളിൽ യൂഷ്വലി നമുക്ക് എന്താ പറയുക, ഇങ്ങനെ ഒരുപാട് കുട്ടികളുള്ളതുകൊണ്ട് ക്ലാസ്സിൽ സ്കൂളിൽ എല്ലാവരെയും ഒന്നും
പാർട്ടിസിപ്പേറ്റ് ടീച്ചർമാർ അത്രയും അങ്ങനെയൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. അത് പറ്റുകയില്ല, ബിക്കോസ് ഒരുപാട് പിള്ളേരുണ്ട്. അങ്ങനെ ഞാൻ ഫസ്റ്റ് വന്ന സമയത്ത് ഞാൻ ഓടി നടന്ന് എല്ലാത്തിനും പെർഫോം ചെയ്യുമായിരുന്നു. 5ാം ക്ലാസ്സിൽ, അപ്പോൾ കുഞ്ഞു കുട്ടിയല്ല, അപ്പോൾ വലിയ ബോധറൊന്നും ചെയ്യാതെ ഞാൻ എല്ലാത്തിനും കയറി പാടുന്നു, ഡാൻസ് കളിക്കുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ പിന്നെ ഗ്രാജുവലി ഞാൻ കുറഞ്ഞു വന്നു. എൻ്റെ എക്സ്ട്രീം ലെവൽ ഓഫ് കോൺഫിഡൻസ് ഇങ്ങനെ ലോ ആയി വരുന്ന ഒരു പീരീഡ് ആയിരുന്നു. ബിക്കോസ് ഈ ഒരു പേടി എൻ്റെ അക്കാദമിക് ലൈഫിനെ മാത്രമായിരുന്നില്ല, എൻ്റെ പേഴ്സണൽ പ്രൊഫഷണൽ ലൈഫിനെ കൂടെ വളരെയധികം ബാധിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് വലിയ കാര്യമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് മനസ്സിലായി, ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എനിക്ക് കോൺഫിഡൻസ് ഇല്ലാതാവുന്നു, എനിക്ക് പല ഇൻസെക്യൂരിറ്റീസ് വരുന്നു, ഞാൻ വല്ലാതെ എന്നെപ്പറ്റി ആവശ്യമില്ലാതെ ബോദർ ചെയ്യുന്നതിൻ്റെയൊക്കെ റീസൺ കൊണ്ടാണ് എനിക്കിങ്ങനെ ഉണ്ടായതെന്നും എനിക്ക് മനസ്സിലായി തുടങ്ങി. പിന്നെ ഞാൻ എനിക്കെന്താ പറയുക, ആൾക്കാരുമായിട്ട് എനിക്ക് സംസാരിക്കാനൊക്കെ ഇഷ്ടമാണെങ്കിൽ പോലും ഞാൻ ആളുകളുമായിട്ടുള്ളൊരു കണക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് പലപ്പോഴും മിസ് ചെയ്യാറുണ്ട്. എൻ്റെ ഐഡിയാസ് എനിക്ക് വേറൊരാളോട് പറഞ്ഞ്, ലൈക്ക് വേറൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കൂടെ നിന്ന് ചർച്ച ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഇല്ല. ഞാൻ എന്തോ മോശമാണ് എന്നുള്ളൊരു രീതിയിലേക്ക് വളരെയധികം മോശമായിട്ട് അതെൻ്റെ ലൈഫിനെ ബാധിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിനോടൊക്കെ ഒരു തിരിച്ചറിവ് എനിക്ക് ഇതാണ്, ഇതുകൊണ്ടൊക്കെയാണ് എന്നുള്ളതിനെ പറ്റി ഒരു ക്ലിയർ ഐഡിയ എനിക്കുണ്ടായിരുന്നില്ല. ആൻഡ് പിന്നെ ഒരുപാട് നാൾ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്, ലൈക്ക് ഇതൊക്കെ എന്തിൻ്റെ കുഴപ്പം കൊണ്ടാണ്. ഒബ്വിയസ്ലി ഞാൻ കാരണം തന്നെയാണ്. ബിക്കോസ് എനിക്ക് എന്നെപ്പറ്റി ഒരു കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ്, ഞാൻ തന്നെ എന്നെ തകർത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു അവസ്ഥ, ഒരു തിരിച്ചറിയൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പോയിന്റിൽ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, ഈ പേടി ഞാൻ ഓവർകം ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ ഡിസ്ട്രോയ് ചെയ്യുന്ന മാതിരി ആയി പോകുന്നുള്ളത്. അങ്ങനെ ഞാൻ വിചാരിച്ചു, എന്നാൽ പിന്നെ ഇതിനെ ഓവർകം ചെയ്യണം. പിന്നെ എനിക്ക് കുഞ്ഞിലേ തൊട്ട് നമുക്ക് കേട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ലൈക്ക് എന്താണ് അംബീഷൻ എന്നുള്ളത്. അപ്പം ഞാൻ മോസ്റ്റ്ലി കണ്ടു വളർന്നിട്ടുള്ളത് ടീച്ചേഴ്സിനായതുകൊണ്ടും എനിക്ക് ടീച്ചിങ് പ്രൊഫഷൻ ഈസി ആയിരിക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെയൊന്നും അല്ല, നമ്മൾ വിചാരിക്കുന്ന മാതിരിയൊന്നും അല്ല ആ ഒരു കാര്യം. പക്ഷെ കമ്പാരിറ്റീവ്ലി എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ആയതുകൊണ്ട് ഞാൻ യൂഷ്വലി പറയാറുണ്ടായിരുന്നു ടീച്ചിങ് പ്രൊഫഷൻ വേണം, ഇഷ്ടമാണ് എന്നുള്ളതായിരുന്നു. ഒരു +2 ഡിഗ്രി ഒക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ലൈക്ക് വേറെയും പല കാര്യങ്ങളും കൂടെ താല്പര്യമുണ്ട് എന്നൊക്കെ തോന്നിയെങ്കിലും വിചാരിച്ചു, ഒരു പ്രൊഫഷണൽ ഒരു കോഴ്സ് നമ്മുടെ കയ്യിലുള്ളത് എപ്പോഴും ഒരു ബെനിഫിറ്റാണ് നമുക്ക്. അങ്ങനെയാണ് ഞാൻ B.Ed കോഴ്സ് എടുക്കുന്നത്. അപ്പോൾ അതിലൂടെ എനിക്ക് ഒരുപാട് തരത്തിലുള്ള ചേഞ്ചുകൾ ഉണ്ടായിട്ടുണ്ട്. ഓഫ് കോഴ്സ് ഞാൻ ഫസ്റ്റ് ഡേ വന്ന് നിന്ന് ഞാൻ സംസാരിച്ചത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഞാൻ B.Ed ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഉണ്ട്, ചേർന്ന് പിറ്റേ ദിവസം. അന്ന് നമ്മൾ സ്റ്റേജിൽ വന്ന് അത്രയും ആൾക്കാരുടെ മുന്നിൽ നിന്ന് നമ്മളെ സ്വയം പരിചയപ്പെടുത്തുന്ന പരിപാടിയാണ്. അപ്പോൾ ഞാൻ എല്ലാവരും ഇങ്ങനെ പറയുന്നു, എൻ്റെ ഫ്രണ്ട്സൊക്കെ, ഞാൻ ഹോസ്റ്റലായതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചധികം ഫ്രണ്ട്സിനെ ഒരു ദിവസം കൊണ്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവരും ഇങ്ങനെ പറഞ്ഞു പോയി പിന്നെ എൻ്റെ ഊഴെത്തിയാണ് ഞാൻ വിറച്ച് സ്റ്റേജിൽ കയറുന്നത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ആൻഡ് സ്റ്റേജിൽ കയറി കഴിഞ്ഞപ്പോൾ കറക്റ്റ് എൻ്റെ ഒരു ടീച്ചറുണ്ട്. അപ്പോൾ ആ ടീച്ചർ എന്തോ ഇൻസ്ട്രക്ഷൻസ് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. ആ ഒരു പോയിന്റിൽ ഞാൻ അത്രയും കാലം ലൈക്ക് പേടിച്ച് മുട്ട് വിറയ്ക്കുക എന്നുള്ളത് കേട്ട് പരിചയം മാത്രമല്ല, ഞാനതൊന്നും അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ബിക്കോസ് കുറച്ചുകൂടെ കാലം ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ തമ്മിലിങ്ങനെ ഇടിക്കുമായിരുന്നു. അത്ര ഞാനിങ്ങനെ വിറച്ച് നിൽക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞ എന്തെങ്കിലും കാര്യം ആരും കേട്ടോന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ ഞാൻ എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, എന്തൊക്കെയോ പറഞ്ഞ് ഒഴിവാക്കി ഞാൻ സ്റ്റേജിൽ നിന്ന് പോന്നു. സ്റ്റേജിൽ നിന്ന് വന്ന് ഞാൻ കസേരയിൽ ഇരുന്നെങ്കിൽ പോലും എൻ്റെ വിറ മാറിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അത്ര പേടിയായിരുന്നു. ആ ഒരു രീതിയിൽ നിന്ന് ഞാൻ ബെറ്ററായി ആഫ്റ്റർ എൻ്റെ ഈ കോഴ്സ് കഴിയാനായപ്പോഴേക്കും ഒരു ക്ലാസ് പ്രസൻറ്റേഷനും ഞാൻ വളരെയധികം പ്രാക്ടീസ് ചെയ്തിട്ട് എൻ്റെ ബെസ്റ്റ് കാണിക്കണം, ബെസ്റ്റ് കൊടുക്കണം എന്നുള്ള രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് പെർഫോം ചെയ്തപ്പോൾ ഒരു ചെറിയ വേരിയേഷൻ എൻ്റെ ഗ്രാഫിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആദ്യം ഇങ്ങനെ പോയതിൽ ഒരു ചെറിയ വേരിയേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഗംഭീരമായ വേരിയേഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, മറ്റുള്ളവർ നമ്മളുടെ പിയർ പറയുന്ന അല്ലെങ്കിൽ നമ്മളെ കേൾക്കുന്ന ആൾക്കാർ പറയുന്ന ഫീഡ്ബാക്സുകൾ ശ്രദ്ധിക്കുക. അതിൽ നമുക്ക് എവിടെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ചെയ്തപ്പം എനിക്ക് തന്നെ തോന്നി എൻ്റെ ഗ്രാഫ് ലൈറ്റായിട്ട് ഇൻക്രീസ് ചെയ്യണ മാതിരി. പിന്നെ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പല ടീച്ചേഴ്സിൻ്റെയും ക്ലാസ്സുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. അവരെങ്ങനെയാണ് ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയൊക്കെ കൂടുതൽ ഒബ്സർവ് ചെയ്യാനും അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഞാനും പ്രാക്ടീസ് ചെയ്ത് അതും എൻ്റെ ക്ലാസ്സുകളിലും കൂടെ അഡാപ്റ്റ് ചെയ്യാനും കൂടെ ഞാൻ ശ്രമിച്ചു. അപ്പോൾ അതും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു.
പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു പബ്ലിക് സ്പീക്കിംഗ് ഫിയർ മാറണമെങ്കിൽ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ പ്രാക്ടീസാണ്. നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. ഇത് ഏതൊരു കാര്യത്തിലായാലും ശരി. അപ്പം പ്രാക്ടീസ് പ്രാക്ടീസ് ആൻഡ് പ്രാക്ടീസ്. ഇറ്റ് വിൽ റിയലി ഹെൽപ്പ് യു ടു ഇംപ്രൂവ് യുവർ സെൽഫ്. ആക്ച്വലി പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് ചലഞ്ചുകൾ ഈ ഒരു പ്രൊഫഷനിൽ തിരഞ്ഞെടുത്തതുകൊണ്ട് എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒബ്വിയസ്ലി ഞാൻ ഓരോ ക്ലാസ്സുകളിൽ കയറുന്ന സമയത്തും എനിക്കൊരു പേടി, ഭയങ്കരമായിട്ടുള്ളൊരു ടെൻഷനൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ എത്ര പ്രിപ്പയർ ചെയ്താലും എനിക്കൊരു ക്ലാസ്സിലേക്ക് കയറി വരുമ്പോൾ കോൺഫിഡൻസ് കുറച്ച് കുറഞ്ഞ സമയത്ത് ഞാൻ ഒറ്റ കാര്യം ആലോചിക്കും, ഞാൻ എന്തിനാണ് ഈ പാത്ത് തിരഞ്ഞെടുത്തത്, എൻ്റെ ശരിക്കുള്ള ഗോൾ എന്താണ്, അത് അച്ചീവ് ചെയ്യാൻ ഞാനിവിടെ പേടിച്ച് നിന്നാൽ മതിയോ, അത് ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ ചിന്തിച്ച് കഴിയുമ്പോൾ നമുക്ക് എവിടെ നിന്ന് ഇല്ലെങ്കിൽ പോലും നമുക്ക് സ്വന്തമായിട്ടൊരു കോൺഫിഡൻസ് വരാൻ വേണ്ടി തുടങ്ങും. അപ്പം ഒരു പബ്ലിക് സ്പീക്കിങ്ങിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് സെൽഫ് കോൺഫിഡൻസ് ആണ്. നമ്മൾ സെൽഫ് ഡൗട്ട് ഇല്ലാതെ വയ്ക്കുക എന്നുള്ളതാണ്. അതുപോലെ കോൺഫിഡൻസ് നമ്മൾ തന്നെ ഉണ്ടാക്കുക. നമ്മളെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. അപ്പം സ്വന്തമായിട്ടൊരു മോട്ടിവേഷൻ നമുക്ക് തന്നെ കൊടുക്കുക ചില പോയിന്റ്. അത് റിയലി ഹെൽപ്പ്. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോഴേക്കും ഒബ്വിയസ്ലി എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായി. പിന്നെ ഇപ്പോൾ ഏതൊരു ക്ലാസ്സിൽ പോയാലും കോൺഫിഡൻ്റ് ആയിട്ട് നിന്ന് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എബിലിറ്റി എനിക്ക് ഉണ്ടാവാൻ വേണ്ടി തുടങ്ങി. അതുപോലെ തന്നെ പണ്ടൊക്കെ ഞാൻ സ്റ്റേജ് ഫിയർ കാരണം ഞാൻ പല കാര്യങ്ങളും അവോയ്ഡ് ചെയ്തപ്പോൾ ഇപ്പോൾ എനിക്കൊരു സ്റ്റേജ് കിട്ടുമ്പോൾ ഞാൻ മാക്സിമം അതിനെ യൂട്ടിലൈസ് ചെയ്യാനും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിന്ന് എൻ്റെ എക്സ്പീരിയൻസുകൾ പറയാനും അതുവഴി ബാക്കിയുള്ളവരെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുമെങ്കിൽ അവർക്കതൊരു അങ്ങനെ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യാറുണ്ട്. അപ്പം എനിക്ക് വലിയ രീതിയിലുള്ളൊരു ചേഞ്ച് എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. 0-ലുണ്ടായിരുന്ന ഞാനിപ്പോൾ വേണമെങ്കിൽ ഒരു 50 എബോവ് കടന്നിട്ടുണ്ട്. എൻ്റെ ഒരു ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ലൈക്ക് ഒരു പബ്ലിക് എനിക്ക് ഒന്നും അറിയില്ലെങ്കിൽ പോലും എനിക്ക് പ്രിപ്പയർ ചെയ്ത് നിന്നൊരു സ്പീച്ച് എനിക്കറിയാത്ത കുറച്ച് ആൾക്കാരുടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ വേണ്ടി എനിക്ക് പറ്റുന്നുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ ഇതുപോലെ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ക്യാമറയിൽ ഫേസ് ചെയ്ത് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു യൂട്യൂബ് വ്ളോഗർ ആവുക എന്നുള്ളത്. ഒബ്വിയസ്ലി എനിക്ക് കോൺഫിഡൻ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാനത് തുടങ്ങാതിരുന്നത്. പക്ഷേ എനിക്കൊരു ചേഞ്ച് ഉണ്ടായി എന്ന് മനസ്സിലായതുകൊണ്ടാണ്, അതെനിക്ക് റിയലൈസ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് കൂടിയാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതും. എനിക്ക് ആക്ച്വലി ഒരു അഡ്വൈസായിട്ട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെറുതായിട്ട് തുടങ്ങുക. ചെറിയ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ മുന്നിൽ നിന്ന് സംസാരിച്ച് തുടങ്ങിയിട്ട് പിന്നെ ഓഡിയൻസിൻ്റെ സൈസ് കൂട്ടുക. ഇറ്റ് വിൽ റിയലി ഇൻക്രീസ് ആ കോൺഫിഡൻസ്. അപ്പോൾ നമുക്ക് സംസാരിക്കാനുള്ളൊരു കോൺഫിഡൻസ് കൂടെ കൂടും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കഴിയുമ്പം ആ കേൾക്കുന്ന ആളുടെ അടുത്ത് നിന്ന് ഫീഡ്ബാക്ക് ചോദിക്കുക. അപ്പം അവർ നമുക്ക് പല കാര്യങ്ങളും പറഞ്ഞു തരും. അവർ നമ്മളുടെ കാര്യങ്ങൾ എന്താ പറയുക, നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യാനുണ്ടെങ്കിൽ അവരത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ലൈക്ക് ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവാൻ പറ്റും. അങ്ങനെ ഫീഡ്ബാക്ക് നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഫീഡ്ബാക്ക് മേടിക്കണം. പിന്നെ സ്കിൽഡ് ആയിട്ടുള്ള സ്പീക്കേഴ്സ് ഉണ്ടാവുമല്ലോ, അവരെ വാച്ച് ചെയ്യുക, അവരുടെ ടെക്നിക്കുകൾ ഒബ്സർവ് ചെയ്യുക, അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് അതേപോലെ പ്രാക്ടീസ് ചെയ്യണമെന്നല്ല, പല സ്പീക്കേഴ്സിൻ്റെ കാര്യങ്ങൾ എടുത്ത് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് പല അവരുടെ ടെക്നിക്കുകൾ നമുക്ക് കിട്ടും. അപ്പം ഇതൊക്കെ നമ്മളെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ കോൺഫിഡൻസ് കൂടും. എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്ന അത്രത്തോളം കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ പ്രാക്ടീസ് ചെയ്യാന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇറ്റ് വിൽ റിയലി ഇൻക്രീസ് അവർ കോൺഫിഡൻസ്. പിന്നെ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക. കാര്യം നമ്മൾക്ക് ഉണ്ടാകുന്ന ചെറിയ പ്രോഗ്രസ്സുകളെ സെലിബ്രേറ്റ് ചെയ്യുക, അതിൽ ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മുടെ പ്രോഗ്രസ് എന്താണോ അതിലേക്ക് ഫോക്കസ് ചെയ്യുക. വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട. നെഗറ്റീവ്ലി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാതെ എപ്പോഴും പോസിറ്റീവ്ലി ഇരിക്കുക. പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ശ്രവിക്കുക, കാണുക, കേൾക്കുക ഒക്കെ ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ ഈ പബ്ലിക് സ്പീക്കിംഗ് ഫിയർ ഓവർകം ചെയ്തതുകൊണ്ട് എനിക്കുണ്ടായ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആവാൻ വേണ്ടി പറ്റി, നല്ലൊരു എഡ്യൂക്കേറ്റർ ആവാൻ വേണ്ടി പറ്റി. അതുപോലെ ലൈഫിൽ പല ഓപ്പർച്യൂണിറ്റീസുകളും എനിക്ക് പെർസീവ് ചെയ്യാൻ വേണ്ടിയിട്ടും അത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറ്റിയിട്ടുണ്ട്. സോ എനിക്കിത് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും എന്തായാലും ചെയ്യാൻ വേണ്ടി പറ്റും. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇൻസ്പിറേഷണൽ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. See you in the next video.